അബ്രഹാം ലാലു എന്റെ അനന്തരവനാണ്. പ്രിയ ലാലുവിന്റെ പൈതൽ ലെനിനും അനുവുമായി നടന്ന ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാനിടയായ ഒരു വലിയ സന്തോഷ നിമിഷമായിട്ട് ഞാൻ എണ്ണുന്നു. ഇന്നേക്ക് 38 വർഷം മുമ്പേ ഒരു ദിവസം ലാലു എന്നെ ഓർപ്പിച്ചൊരു വിഷയമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഇരവേരി ശങ്കരമംഗലത്തുള്ള ഭവനത്തിലേക്ക് കടന്നു വന്നു. അന്ന് രാത്രി 12 മണിക്ക് ഒരു യോഗത്തിൽ ലാലുവുമായിട്ട് ഞങ്ങൾ കടന്നുപോയി. തന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ദിവസം അതായിരുന്നുവെന്ന് മറ്റൊരു വിവാഹവേളയിൽ താൻ എന്നെ ഓർപ്പിച്ചു. അന്നു മുതൽ ഈ ശ്രേഷ്ഠനായ ഇത്ര മഹത്വകരമായ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ തന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം നൽകി. ദോഹയിലുള്ള തന്റെ ഔദ്യോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ സഭയ്ക്ക്, ദൈവജനത്തിന് പ്രിയ ലാലു ഒരു അനുഗ്രഹമാണ്. ആ കുടുംബം ഒരു അനുഗ്രഹമാണ്. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ ദൈവം നൽകിയതായ പ്രിയ പൈതൽ ലെനിൻ കർത്താവിന് മഹത്വകരമായി ജീവിക്കുന്ന ഒരു യുവ ഡോക്ടറാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു യുവ ഡോക്ടറെ അനുവിനെ ദൈവം നൽകി. ഒരു സംഭവം പറയാം. പൈതാഗറസ് എന്ന് പറഞ്ഞതായ വലിയൊരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബാലനായിരുന്ന സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു, 1+1 എത്രയാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 1+1 ഈസ് 1 എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ഇത്രയും പഠിപ്പിച്ചിട്ട് നിനക്ക് അതുപോലും അറിയത്തില്ലയോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, ടീച്ചർ എന്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഇത് കണ്ടിട്ടേ ഉള്ളൂ, 1+1 എങ്ങനെ 1 ആകുന്നെന്ന് കാണിച്ചു തരാം, പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അവനെ ടീച്ചറിനെ കൊണ്ട് വീട്ടിൽ വന്നു. കാണിച്ചു കൊടുത്ത എന്താണെന്നറിയാമോ? ഈ പൈതാഗറസിന്റെ വീടിരിക്കുന്ന ഭൂമി, അതിന്റെ ഇടതുവശത്തൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, അതിന്റെ വലതുവശത്തൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. രണ്ടും കൂടെ അല്പം മുമ്പിൽ ചെന്ന് ഒന്നിച്ച് ചേർന്നു. ടീച്ചറിനോട് ചോദിച്ചു, എത്ര ഉണ്ടെന്ന് ചോദിച്ചു. 1+1 എത്രയാണെന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു 1+1 1 ആണെന്ന് പറഞ്ഞു. ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്ന അതാണ്. ഈ പ്രിയപ്പെട്ടവരുടെ വ്യക്തിപരമായ ജീവിത പടകിൽ യേശു ഇരുന്നവരെ ഇതുവരെ നയിച്ചു. അവരെ രണ്ടുപേരെയും ആ 2 പടകുകളിൽ വന്നതായ പ്രിയപ്പെട്ടവർ കുടുംബജീവിതം എന്നതായ മറ്റൊരു പടകിലേക്ക് പ്രവേശിച്ച് യേശു എന്ന നാഥൻ അവരെ ശുഭതുറമുഖത്ത്, നിത്യതുറമുഖത്ത് എത്തുവോളം നിശ്ചയമായിട്ട് അവരെ നയിക്കും. നിങ്ങൾക്ക് ദൈവം സ്വർഗീയ, ഭൗമിക, ആത്മീക എല്ലാ അനുഗ്രഹങ്ങളും പകരട്ടെ. കർത്താവിനെ വിശ്വസ്തയോടെ സ്നേഹിച്ച്, സേവിച്ച്, മാനിച്ച്, ആരാധിച്ച് ദൈവസന്നിധിയിൽ എത്തുവോളം കൃപയിൽ മറയുക എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇനിയും ധാരാളം ദൈവദാസന്മാർ ആശംസ അറിയിക്കാനുണ്ടെങ്കിലും അത് റിസപ്ഷനോടുള്ള ബന്ധത്തിൽ അതിനുള്ള ടൈം ക്രമീകരിക്കുന്നതാണ്. ഇവിടെ പ്രാർത്ഥിച്ച് ശുശ്രൂഷയുടെ അവസാനിപ്പിച്ചതിന് ശേഷം നവദമ്പതികൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് റിസപ്ഷനിലേക്ക് സംബന്ധിക്കുവാൻ വരുന്നത് ഒരു 10 മിനിറ്റ് വൈകും. ആ 10 മിനിറ്റ് സമയം ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഭക്ഷണശാലയിൽ ഡോക്ടർ അനുവിന്റെ ഭാഗത്തു നിന്ന്, അതായത് കോലഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ളവർക്കാണ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ കോന്നിയിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ഹാളിന്റെ ഇടതുഭാഗത്ത് ആഹാര ക്രമീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ശേഷം, ആശീർവാദത്തിന് ശേഷം അവിടെ ഹാളിന്റെ ഇടതുഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം സെർവ് ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യമുള്ളത് ആ പ്രിയപ്പെട്ടവർക്ക് അവിടെ പോയി കഴിക്കാം, ദേവദാസന്മാർക്കും കഴിക്കാം. അതിനുശേഷം ഇവിടെ റിസപ്ഷൻ തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ ഗ്രീറ്റിംഗ്സിനുള്ള സമയമുണ്ട്. കൃതജ്ഞതയും അതിനുശേഷം പറയും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ.വി. ജോയ്ക്കുട്ടി, എറണാകുളം സെന്ററിന്റെ പാസ്റ്റർ, മുൻപോട്ട് കടന്നുവന്ന് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. പ്ലീസ് സ്റ്റാൻഡ്. സ്വർഗത്തിനും ഭൂമിക്കും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, വത്സല്യ മകൻ ലെനിനെയും വത്സല്യ മകൾ അനുവിനെയും സ്വർഗീയ കരങ്ങളാൽ കർത്താവിന്റെ ദാസന്മാരുടെ ഉഭയസമ്മതവാചകത്താൽ കർത്താവെ ഇന്ന് ദൈവസന്നിധിയിൽ ദൈവദിനപ്രകാരം ഭാര്യയും ഭർത്താവുമായി തീരുവാൻ ദൈവം അവർക്ക് കൃപ ചെയ്തു. ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ കുടുംബം കൂടെ സംജാതമാകുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ ഇതുവരെയും കടന്നുപോയിട്ടില്ലാത്ത വേദികളിലൂടെ, അനുഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ കർത്താവെ, നല്ല നാഥനും നടത്തിപ്പുകാരനുമായി അങ്ങയുടെ മക്കളോട് കൂടെ ഇരുന്ന് അവർ നേരിടേണ്ടതായ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവർക്ക് ആശ്വാസവും അനുഗ്രഹവും വിജയവും നന്മയും നൽകി ആഗ്രഹിക്കുന്ന ശോഭനമായ തുറമുഖത്ത് എത്തുന്നവരെയും
അവരുടെ ജീവിത നൗകയിൽ നല്ല നായകനായി അവിടുന്ന് ഉണ്ടായിരുന്ന് അവരെ അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഇന്ന് ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവജനം ശുശ്രൂഷിച്ച, പ്രാർത്ഥിച്ച, ആത്മീയ ഗാനങ്ങൾ ആലപിച്ച കർത്താവെ, അതിലുപരിയായി ഈ വിവാഹ ശുശ്രൂഷ നിർവഹിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിച്ച് സഹായിച്ച് ഏറെ പ്രത്യാശ നിറയുന്ന ഒരു ശുശ്രൂഷയായി തീരുവാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇരു ഭവനങ്ങളുടെയും പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയവും ദൈവനാമത്തിലുള്ള പ്രവർത്തനവും മാനിച്ച് ഈ സന്തോഷ സുദിനം ദൈവം നൽകിയത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ആത്മമണവളനായ കർത്താവ് തന്റെ വിശുദ്ധ മണവാട്ടിയെ ചേർക്കുവാൻ കടന്നുവരുന്ന നാളിനെ ഓർത്ത് കാത്തിരുന്നുകൊണ്ട് പ്രത്യാശാന്തരപരമായ ജീവിതം നയിപ്പാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവമാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കുമാറാകണമേ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചതിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി തേജസ്സോടെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യവും വിവാഹിതരായ വാത്സല്യ കുഞ്ഞുങ്ങളോടും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടുകൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പോലെ അത്യാവശ്യമുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ ഇടതുഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഭക്ഷണശാലയിൽ പോയി നിങ്ങൾക്ക് ഭക്ഷണം ഭക്ഷിക്കാവുന്നതാണ്. മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് അവിടെ ഇരിക്കാം. ഒരു 10 മിനിറ്റ് കൂടെ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. സ്തോത്രം. ഈ സമയം നവദമ്പതികള് പ്രിയപ്പെട്ടവർ അവരുടെ മാതാവും പിതാവും മുൻപോട്ട് കടന്നു വന്ന് അവരെ സ്വീകരിക്കുകയും മറ്റുള്ള ക്രമീകരണങ്ങൾ അവർ ഇപ്പോൾ ചെയ്യുകയും ചെയ്യും. ദയവായിട്ട് മുൻപോട്ട് വന്ന് അവരെ സ്വീകരിച്ച് മറ്റു ക്രമീകരണങ്ങൾ പറഞ്ഞല്ലോ. പ്ലീസ് മുൻപോട്ട് വന്നാണ്ട് ചോദിച്ചു. അവരെ ഇപ്പോൾ സ്വീകരിച്ച് അവരെ സ്വീകരിക്കാനുള്ള സമയമാണ്. ദയവായിട്ട് സമയം വളരെ മുൻപോട്ട് പോയതുകൊണ്ട് റിസപ്ഷൻ ആരംഭിക്കുവാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവർ, ആ കാര്യങ്ങൾ അറിയിച്ചതുകൊണ്ട് ഇവിടെ നവദമ്പതികൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയമാണ്. രണ്ടുപേരൂടെ ചേർന്ന് ആ കേക്ക് കട്ട് ചെയ്ത്